ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മളിപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? RRB ALP എക്സാമിന് CBT 1 കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നിപ്പം സെക്കൻഡ് ഡേയിൽ ഷിഫ്റ്റ് 3 റീസണിങ് ആണ് നമ്മൾ നോക്കുന്നത്. ബാക്കി 2 ഷിഫ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഡേയിലെ ഷിഫ്റ്റും നമ്മൾ ചെയ്തു, 3 ഷിഫ്റ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് സെക്കൻഡ് ഡേയിൽ ഷിഫ്റ്റ് 3 റീസണിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഷിഫ്റ്റിലെയും റീസണിങ് വേറെ, മാത്സ് വേറെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം എന്നിട്ടും വീഡിയോ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഇനി ഒരു 3 ഡേയ്സിൻ്റെ 3 ഷിഫ്റ്റ് വെച്ച് 9 ഷിഫ്റ്റുകൾ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. അപ്പം ഞാനിത് 2 ഷിഫ്റ്റ് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തെ 3 ഷിഫ്റ്റിൻ്റെ മാത്സ് ഒരുമിച്ചും റീസണിങ് ഒരുമിച്ച് അങ്ങനെ ചെയ്തോട്ടെ? ഓരോ ഡേ വൈസ് ആയിട്ട് ചെയ്യുന്നത് ഓക്കെ ആണോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാവോ? ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമുക്ക് കുറച്ച് ലെങ്തി ആയി പോകും അങ്ങനെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ടൈമിൽ. അപ്പം അത് നിങ്ങൾക്ക് ബോറടിക്കുകയോ അത് കംപ്ലീറ്റ് കാണുമോ, യൂസ് ആവുമോ, അതോ ഇതുപോലെ തന്നെ ഓരോ ഷിഫ്റ്റ് വൈസ് ആയിട്ട് ചെയ്താൽ മതിയോ, ഇതാണോ ഓക്കെ എന്ന് അറിയാനായിട്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണോ പറയണത് അതിനനുസരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് കീർത്തി. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, എസ്പെഷ്യലി RRB SSC എക്സാംസിന്റെ കണ്ടന്റ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തേത്, 7 persons B, C, D, E, F, G and K are sitting in a straight row facing നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് ആരിയ്ക്കുന്നുണ്ട്? 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 7 പേര് ഇരിക്കുന്നുണ്ട്. ഓൺലി K is sitting to the left of G. ജിയുടെ ലെഫ്റ്റില് K മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇവിടെയാണ് അല്ലെ. Only 4 persons are sitting between K and C. കെയുടെയും സിയുടെയും ഇടയിൽ 4 പേര്. 1 2 3 4. അപ്പൊ സി എവിടെയാണ്? ഇവിടെയാണ് സി ഉള്ളത്. Only E is sitting between F and D and F is not the immediate neighbor of C. F ഇവിടെയുമല്ല ഇവിടെയുമല്ല. എഫിന്റെയും ഡിയുടെയും ഇടയിൽ ആരുണ്ട്? ഇയും ഉണ്ട് അല്ലെ. അപ്പൊ എഫ് എവിടെ ആയിരിക്കും? ഇവിടെയും അല്ല എഫ് എന്നുണ്ടെങ്കിൽ പിന്നെ എഫ് എവിടെ ആയിരിക്കും? ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇ ഇവിടെ ആയിരിക്കും, ഡി ഇവിടെ ആയിരിക്കും. ഇനി ഇവിടെ ബിയും ആയിരിക്കും. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എൻഡിൽ ആരായിരിക്കുന്നത്? ബി ആണ് റൈറ്റ് എൻഡിൽ ഇരിക്കുന്ന ആള്. ഓക്കെ, റൈറ്റ് എൻഡിൽ ഇരിക്കുന്നത് ബി ആണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് മാത്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ മാത്സിൽ ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഓൾറെഡി മാത്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്നുകൂടി ഇവിടെ ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ എനിക്ക് കമന്റ് ചെയ്യാം. അടുത്തത്, RGEL is related to SIHO. അപ്പൊ എന്താണ് റിലേഷൻ എന്ന് നോക്കാം അല്ലെ. RSGHI EFGH LMNO. അപ്പൊ ഇതാണ് റിലേഷൻ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? Y Z, എല്ലാം Z ആണ് അല്ലെ. UVW, അപ്പൊ ZW. ഇത് രണ്ടെണ്ണം അല്ല എന്ന് മനസ്സിലായി. ഇതിൽ ഏതോ ഒരെണ്ണമാണ്. ZABC, രണ്ടിടത്തും അത് തന്നെയാണ്. നമുക്ക് ലാസ്റ്റും ചെയ്യണം. GHIJ, ZWCJ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ABCDEF are seated around a circular table. ഒരു എത്ര പേരായിരിക്കുന്നത്? 6 പേരാണ്. 1 2 3 4 5 6.
A sits second to the left of B. ബിയുടെ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്, എ ഇരിക്കുന്നത്. ഇ സിറ്റ്സ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. എയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്, ഇ ഇരിക്കുന്നത്. ഓക്കെ. സി സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. എഫിന്റെ ഇമീഡിയറ്റ് റൈറ്റ്. ഇവിടെ എഫ് എഴുതിയാൽ എഫിന് ഇവിടെ ഇമീഡിയറ്റ് ആയിട്ട് റൈറ്റ് ഇല്ല. ഇവിടെ എഫ് എഴുതിയാൽ ഇവിടെയും ഇമീഡിയറ്റ് റൈറ്റ് ഇല്ല. അപ്പൊ എഫ് ഇവിടെ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. സി എവിടെ വരും, ഇവിടെ വരും. ഓക്കെ. ഇനി ഇവിടെ ബാലൻസ് ഏതാ ഉള്ളത്, എ ബി സി ഡി ആണ് ബാലൻസ് ഉള്ളത്. അത് ഇവിടെ എഴുതി. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ഡി. ഡി വെച്ച് സിയുടെ പൊസിഷൻ റൈറ്റിൽ നിന്നും തേർഡ് ആണ്, ലെഫ്റ്റിൽ നിന്നും തേർഡ് ആണ്. അപ്പൊ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഉള്ളത് നോക്കുക. തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഈച്ച് കൺസണന്റ് ഓഫ് ദ വേർഡ് dancer is replaced by the immediately preceding it in the English alphabetic order and each vowel is replaced immediately following. അപ്പോൾ ഏതൊക്കെയാണ് വവൽസ് വരുന്നത്? എയും ഇയും ആണ് വവൽ വരുന്നത്. അപ്പം എ കഴിഞ്ഞാൽ ഫോളോവിങ് ആണ് ബി, എൻ, സി വരും, ഇ, എഫ്, ഇവിടെ ആർ, ഇവിടെ ഡി. ഇതെല്ലാം പ്രിസീഡിങ് ആണ് അല്ലെ. സി, എം, എൻ, ബി, സി, ക്യു, ആർ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നമ്മൾ എന്താ ചെയ്യണത്? രണ്ട് വട്ടം വരുന്നത് ഏതാണ്? ബി ആണ് രണ്ട് വട്ടം വരുന്നത്. ഓക്കെ. പുതിയ ലെറ്റർ ക്ലസ്റ്ററിൽ രണ്ട് വട്ടം റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ബി എന്ന് പറയുന്ന ലെറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. എക്സ് ഈസ് ടു 30, 175 ഈസ് ടു വൈ. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ കുറച്ചധികം സമയം എടുത്തു ചെയ്യാനായിട്ട്, എന്നാലും കുഴപ്പമില്ല. എന്താ അറിയോ ചെയ്യേണ്ടത് നോക്ക്. 30 plus 2 is equal to 32 into 5. 32 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 160 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ നോക്ക്. 33 plus 2 എന്താണ്? 35 ആണ്. 35 into 5 എന്ന് പറയുമ്പോൾ നമുക്ക് 175 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ മെത്തേഡുകളാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. അടുത്തത്. ഇൻ എ certain code language fair whether front is written as. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് എന്താണ് നമ്മൾ നോക്കേണ്ടത്? രണ്ടിടത്തും ഫ്രണ്ട് ഉണ്ട് അല്ലെ. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? കെ, എൽ ആണ് കോമൺ ആയിട്ടുള്ളത്. സോ ഫ്രണ്ടിന്റെ കോഡ് ലാംഗ്വേജ് എന്താണ്? കെ, എൽ ആണ് കോഡ് ലാംഗ്വേജ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സമയം നമ്മൾ ലാഭിക്കേണ്ടത്. The price of wheat has been rising steadily across the country for the last 3 weeks due to reports of shortage in major ഹോൾസെയിൽ മാർക്കറ്റ്സ്. ഓക്കെ. ഗോതമ്പിന്റെ വില കൂടുകയാണ്. അപ്പൊ ആക്ഷൻ എടുക്കേണ്ടത് എന്താണ്? ദ ഗവൺമെന്റ് ഷുഡ് കണ്ടക്ട് ആൻ ഇമീഡിയറ്റ് ഇൻക്വയറി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ റീസൺസ് ഫോർ ദ ഷോർട്ടേജ്. ദ ഗവൺമെന്റ് ഷുഡ് മേക്ക് ഓയിൽ അവൈലബിൾ ടു സിറ്റിസൺസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ് അണ്ടിൽ ദ സപ്ലൈ ഓഫ് വീറ്റ് ഈസ് റീസ്റ്റോർഡ്. വീറ്റിന്റെ സപ്ലൈ റീസ്റ്റോർ ചെയ്യണത് വരെ ഓയിൽ സബ്സിഡിയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലെ. പകരം എന്ത് ചെയ്യണം? ഷോർട്ടേജിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം only one follows. Only first action will follows. Okay. അടുത്തത് 24, 26, 30, 36, 44. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 24 plus 2 ആണ് 26. 26 plus 4 ആണ് 30. 30 plus 6 ആണ് 36. 36 plus 8 ആണ് 44. 44 plus 10 ആയിരിക്കും ആൻസർ 54. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എവിടെ കാണാം? റീസണിങ്ങിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റീസണിങ് ആണ് നമുക്ക് ചോദിക്കുന്നത് എല്ലാം തന്നെ. ഓക്കെ. ഇവിടെ നോക്കിക്കോ. HIJK LMN OPQ RST UVW. അപ്പൊ ഇങ്ങനെ ഓർഡറിലാണ് വരുന്നത് അല്ലെ. രണ്ടെണ്ണം വെച്ചിട്ട്. അപ്പൊ ഇനി കഴിഞ്ഞ OPQR എന്ന് വരും. അപ്പൊ ഇത് രണ്ടെണ്ണം അല്ലാന്ന് മനസ്സിലായി.
എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് RUX ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഇങ്ങനെ കോമയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കോമൺ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടോ എന്നുള്ളത്. കുറേ അധികം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഐഡിയ കിട്ടും ഏത് മെത്തേഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇൻ എ റോ ഓഫ് പീപ്പിൾ മാർഷൽ ഈസ് സിറ്റിംഗ് 13th ഫ്രം ദ ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്നും 13ാമതായിട്ടും റൈറ്റിൽ നിന്നും 36ാമതായിട്ടുമാണ് മാർഷൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്നും 36 ആണെങ്കിൽ ബാക്കി ഇവിടെ എത്രയുണ്ട്? 12 പേരാണ് പിന്നെ ഇവിടെ ഉള്ളത് അല്ലെ. കാരണം ലെഫ്റ്റിൽ നിന്നും 13 ആണ്. അപ്പൊ 13ന് തൊട്ട് മുന്നേ 12 പേരാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 36 + 12 ചെയ്താൽ നമുക്ക് ടോട്ടൽ ആൾക്കാർ കിട്ടും. 48 പേരാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്തതെന്ന്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A + B means A is the mother of B. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? P - Q. മൈനസ് പറഞ്ഞാല് ബ്രദർ ആണ് അല്ലെ. അപ്പൊ എന്താണ്? P മെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ ബ്രദർ ആണ്? അപ്പൊ 2 വരെയല്ല, ഒരെണ്ണം. ആരുടെ ബ്രദർ ആണ്? Qന്റെ ബ്രദർ ആണ് P. Q into R ആണ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ Q is the wife of B ആണ് അല്ലെ. വൈഫിനാണ് ഡബിൾ വരേണ്ടത്. Q എന്താണ്? ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ വൈഫാണ്? ആറിന്റെ വൈഫാണ്. ആറ് മെയിൽ ആണെന്നും മനസ്സിലായി. R/S ആണ്. അപ്പം R is the father of S. R Sന്റെ അച്ഛനാണ്. ഓക്കെ, ഇനി S + T ആണ്. പ്ലസ് എന്ന് പറഞ്ഞാല് S is the mother. അപ്പൊ ഇത് S ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ അമ്മയാണ്? Tയുടെ അമ്മയാണ് S. നമ്മളോട് Q and T തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Qന്റെ ഭർത്താവാണ് R. അപ്പൊ ഇവരുടെ മോളാണ് S. Sന്റെ ഡോട്ടർ ഓർ സൺ ആണ് T. അപ്പൊ Tയുടെ ആരാണ് Q? മദേഴ്സ് മദർ അല്ലെ. അമ്മയുടെ അമ്മയാണ് Q എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. 92 - 12 B എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇൻറ്റു 3 C വെച്ചാൽ എന്താണ്? പ്ലസ് 63 ഡിവൈഡഡ് ബൈ 3 D എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. -15. അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്യണം? 92 - 36 പ്ലസ് 21 - 15. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 92 മൈനസ് ഇവിടെ എന്ത് വരും? 15 എന്ന് വരും. -15. 92 - 30 എന്ന് വരും. 92 - 30 എന്ന് പറഞ്ഞാൽ ആൻസർ 62 ആണ് വരുന്നത്. 62 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ക്ലോത്തും എന്താണെന്ന് പറയുന്നുണ്ട്? റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു ക്ലോത്തും എന്തല്ല? ബോട്ടിലല്ല. ഓക്കെ, സം റിംഗ്സ് ആർ ബോട്ടിൽസ്. ചില റിങ്ങുകൾ ബോട്ടിൽ ആണെന്ന് പറയുന്നുണ്ട്. ചാൻസ് മേ ഓർ മേ നോട്ട്. സം റിംഗ്സ് ആർ ക്ലോത്ത്. ചില റിങ്ങുകൾ ക്ലോത്ത് ആണ്. അത് കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഉറപ്പില്ല, ഇത് കൺഫേം ആണ്. അപ്പൊ ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത് ഓൾ എൻജിൻസ് ആർ റോക്കറ്റ്സ്. എല്ലാ എഞ്ചിനും എന്താണ്? റോക്കറ്റ് ആണ്. ഓൾ എയറോപ്ലെയിൻസ് ആർ റോക്കറ്റ്സ്. എല്ലാ എയറോപ്ലെയിനും എന്താണ്? റോക്കറ്റ് ആണ്. സം എൻജിൻസ് ആർ എയറോപ്ലെയിൻസ്. നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, ഉറപ്പില്ല. ഓൾ എയറോപ്ലെയിൻസ് ആർ എൻജിൻസ്. എല്ലാ എയറോപ്ലെയിനും എൻജിൻ ആണ്. അതും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? നൈദർ വൺ നോർ ടു ഫോളോസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഓൾമോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രത്യേകിച്ച് ഞാൻ ആൻസർ കീ നോക്കി കൺഫേം ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളോട് പറയണത്. ഇപ്പൊ കാൽക്കുലേഷന്റെ അവിടെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരും. അതല്ലാണ്ട് ആൻസേഴ്സ് ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ന്യൂ ഈസ് റിട്ടൺ ആസ് 4682. ഓക്കെ, കൈൻ ഈസ് റിട്ടൺ ആസ് 6238. ഐയുടെ ലെറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെ രണ്ടിടത്തും ഉണ്ട്,
n രണ്ടിടത്തുണ്ട്, ഈ രണ്ടിടത്തുണ്ട്. I എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 4 ഇല്ല, ഇവിടത്തെ 3. അപ്പൊ ഐയുടെ ഇതെന്താണ് 3 ആണ് I. ഓക്കെ, I എന്ന് വെച്ചാൽ 3 ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് FLBIOELRHOUK FGHI അല്ലേ? അങ്ങനല്ലേ വരുന്നത്? FGHI JKL GHI JKL MNO. അപ്പൊ എന്താണ് MN, ഇനി ഇവിടെ എന്താണ് PQR എന്ന് വരും അല്ലെ? അടുത്തത് LMNO PQR STU VW X എന്ന് വരണം. അപ്പൊ ഇതുമല്ല ഇതുമല്ല എന്ന് മനസ്സിലായി. അടുത്തത് BCDE CDE FGH IJK LMN RXN ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൽഡിങ്ങിലെ എല്ലാ ലെറ്ററും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോളോയിങ് ലെറ്റർ വെച്ച് അറേഞ്ച് ചെയ്യാണ്, എന്നിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ അതിനെ മാറ്റാണ്. W X E F L M D E I J N O G H. ഇനി ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പം ABCD E F G H I J K L M N O P Q R S T U V W X. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും തേർഡ് ലെറ്റർ. ഞാനിവിടെ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക്. ലെഫ്റ്റിൽ നിന്നും തേർഡ് ലെറ്റർ H. നോക്കി, ഞാൻ റൈറ്റ് എന്നാ ചെക്ക് ചെയ്തത്. ലെഫ്റ്റിൽ നിന്നും തേർഡ് ലെറ്റർ H ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഈ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമുക്ക് എന്ത് ചെയ്യണം. ഒരു ഷിഫ്റ്റില്, ഒരു ഡേയിൽ ചോദിച്ച 3 ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതിയോ, ഓരോ ഷിഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ മെൻഷൻ ചെയ്യണതിനനുസരിച്ചിട്ടായിരിക്കും ഞാനത് ഇനിയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണത്. അടുത്തത് JKLMNO, അഞ്ചാമത്തേതാണ് അല്ലെ? HIJKLM അല്ലെ? IJKLM FGHIJK DEFGHI ABCDEF. അപ്പൊ ഇതാണ് മെത്തേഡ്. നമുക്ക് എന്ത് വേണം? KLMNOP. അപ്പൊ ഇത് രണ്ടെണ്ണം അല്ല എന്ന് മനസ്സിലായി. അടുത്തത് IJKLMN GHIJKL EFGHIJ BCDEFG. ആൻസർ PNLJG ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? അഞ്ചാമത്തെ ലെറ്റർ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എടുക്കുന്നത്. അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ എന്താ ചെയ്യണത്? നമ്മള് നോക്ക്, TUVWX അല്ലെ? അതാണ്. ഇത് തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ അടുത്തതും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? STUVWXY. ഒരെണ്ണം വിട്ടിട്ടാണ് അല്ലെ? അപ്പൊ ഇതാണോ ഇതാണോ എന്ന് നമുക്ക് അടുത്തത് നോക്കിയാൽ കൺഫേം ചെയ്യാൻ പറ്റും. LMNOP. അപ്പൊ ഈ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യണത്. ഓഡ് വൺ ഔട്ട് എന്താണ്? SWUY ആണ് ഓഡ് വൺ ഔട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി അടുത്ത ഓപ്ഷനും കൂടെ ചെക്ക് ചെയ്ത് നിന്ന് വെറുതെ സമയം കളയരുത്. പെട്ടെന്ന് തന്നെ ആൻസർ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഓപ്ഷനും ഇങ്ങനെ രണ്ട് നമ്പേഴ്സും വലിയ നമ്പേഴ്സ് ആണെങ്കിൽ
ഓപ്ഷനിൽ നിന്നും ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 659 മൈനസ് 521 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 831, 138 ആണ്. ഇനി 794 മൈനസ് 138 ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടണമെന്ന് നോക്കുക. 14 ആണ്, 4 ബാലൻസ് 2 കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ 6 വരും, ഇവിടെ 8 വരും, 8 3 പോയാൽ ബാലൻസ് 5, 7 1 പോയാൽ എത്രയാ വരിക? 6 ആണ് വരിക. നമ്മുടെ ആൻസർ എന്താ വരിക? 659 y is equal to 656 ആണ് വരിക. വേറെ ഏത് നമ്പറും നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓഡ് വൺ ഔട്ട് ആണ്. ഓക്കെ, അപ്പം സെന്ററിലുള്ളതാണ് ആദ്യം വരുന്ന നമ്പർ അല്ലെ, GHIJKL. ഓക്കെ, അപ്പൊ ഇതൊരു മെത്തേഡ്. KLM ഇല്ല അല്ലെ? ആ ശരി, KLMNO ഇതൊരു മെത്തേഡ്. ഇതിൽ ഏതാണെന്ന് അടുത്തത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. PQRSTU. അപ്പൊ ഇതാണ് മെത്തേഡ്. ഓഡ് വൺ ഔട്ട് എന്താണ്? OKL ആണ് നമ്മുടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡേ 2-ലെ തേർഡ് ഷിഫ്റ്റ് റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളും മെത്തേഡുകളും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ALPയുടെ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസും സിറ്റുവേഷൻസും മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എന്താവും? റീസണിങ് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇനി വരുന്ന RRBയുടെ എല്ലാ എക്സാംസിനും നമുക്ക് ഈ പഠിച്ച റീസണിങ്ങിന്റെ കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം വരുന്ന ടെക്നീഷ്യൻ എക്സാം, JEE എക്സാം, ഇനി അങ്ങോട്ടേക്ക് NTPC ഉണ്ട്. അപ്പൊ ഈ എക്സാംസ് എല്ലാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കുറേ പേര് എന്നെ കമന്റ് സെക്ഷൻ ത്രൂ അറിയിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷൻ ത്രൂ ഒന്ന് എന്നെ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോസ് എങ്ങനെ ചെയ്യണം, ഓരോ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യണോ ഓർ ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യണോ എന്നുള്ള കാര്യം ഒന്ന് അറിയിച്ചാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.